സ്വാഗതം. 23/8/2024 നടക്കുന്ന നഴ്സറി ടീച്ചർ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ്. യൂണിറ്റ് 1 ശിശു വിദ്യാഭ്യാസം സാമൂഹിക ദാർശനിക അടിത്തറ. മാർക്ക് 10. ശിശു വിദ്യാഭ്യാസം അർത്ഥവും വ്യാപ്തിയും. സാമൂഹ്യ ദാർശനിക സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങൾ. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ലക്ഷ്യങ്ങൾ. വിദ്യാഭ്യാസ ദർശനങ്ങൾ. വിദ്യാഭ്യാസ ദാർശനികർ. പാശ്ചാത്യർ. ഇന്ത്യൻ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ സംഭാവന. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അനിവാര്യമാകുന്ന സാമൂഹ്യ സാഹചര്യം. ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, തുല്യത, ഉൾപ്പെടുത്തൽ എന്നിവ പരിഗണിക്കൽ. യൂണിറ്റ് 2 പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ. 10 മാർക്കിനാണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ. 1. വിദ്യാഭ്യാസ വകുപ്പ്. 2. വനിതാ ശിശു വികസന വകുപ്പ്. 3. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്. 4. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ ചുമതലകളും. ദേശീയ, അന്തർദേശീയ, സംസ്ഥാന തലങ്ങളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ. യൂണിറ്റ് 3 കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും. 10 മാർക്കിനാണ്. ആരോഗ്യം അർത്ഥവും വ്യാപ്തിയും. ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, സാമൂഹ്യാരോഗ്യം. ശിശുക്കളുടെ മാനസിക ആരോഗ്യം. എന്താണ് മാനസിക ആരോഗ്യം? സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മാനസികാരോഗ്യ പരിപാലനം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അവ പരിഹരിക്കാനുള്ള വഴികൾ. കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ. പ്രാധാന്യം. ആരോഗ്യകരമായ പരിസരം, വീടും പരിസരവും, പ്രീ സ്കൂളും പരിസരവും, ആരോഗ്യവും കായിക പഠനവും, കായിക പ്രവർത്തനങ്ങൾ, കളികൾ, വിശ്രമം, ഉറക്കം ആവശ്യകത, ശാസ്ത്രീയമായ കാരണങ്ങൾ. കുട്ടികളുടെ ആരോഗ്യനില നിരീക്ഷണം രേഖപ്പെടുത്തൽ. അമ്മയുടെ ആരോഗ്യം. കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം. വിവാഹപ്രായം, ഗർഭധാരണ പ്രായം, ബന്ധുവിവാഹം, ഗർഭകാല സംരക്ഷണം, പ്രസവ സമയ പരിചരണം, മുലയൂട്ടൽ, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇടവേള, ജനന സമയത്തെ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവ്. അധ്യായം 4 ശിശു വികാസവും മനഃശാസ്ത്രവും. 12 മാർക്കിനാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത സമീപനങ്ങൾ. ചേഷ്ടാവാദം ബിഹേവിയറിസം. ജ്ഞാതൃ മനഃശാസ്ത്രം കൊഗ്നിറ്റീവിസം. മാനവികതാവാദം ഹ്യൂമനിസം. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. മനഃശാസ്ത്ര പഠന രീതികൾ. നിരീക്ഷണം, അഭിമുഖം, പരീക്ഷണ രീതി, കേസ് സ്റ്റഡി, ക്രിയാ ഗവേഷണം. പ്രീ സ്കൂൾ കുട്ടികളുടെ പ്രകൃതം. ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ശിശു വികാസ മേഖലകളും മനഃശാസ്ത്ര അടിത്തറയും. വ്യക്തിത്വം. വ്യക്തിത്വ സങ്കല്പം, വ്യത്യസ്ത സമീപനങ്ങൾ. വ്യക്തിത്വം, വ്യക്തി വ്യത്യാസം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പഠനം. പഠനത്തെ സംബന്ധിച്ച വ്യത്യസ്ത സമീപനങ്ങൾ. അനുബന്ധനം, ഉൾക്കാഴ്ച സിദ്ധാന്തം, ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം, മാനവികത വ്യക്തിത്വ സിദ്ധാന്തം. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ബുദ്ധി. ബുദ്ധിയെക്കുറിച്ചുള്ള ധാരണ. ബുദ്ധി സങ്കല്പത്തിൽ വന്ന മാറ്റങ്ങൾ. IQ, ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, സാംസ്കാരിക ബുദ്ധി. ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ, പരിസ്ഥിതി ഘടകങ്ങൾ,
കുട്ടികളുടെ വൈകാരികവും സാമൂഹികവുമായ വികാസം. അധ്യായം 5 പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ. 12 മാർക്കിനാണ്. 1 ദേശീയ വിദ്യാഭ്യാസ നയം 2020. 2 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഫൗണ്ടേഷണൽ സ്റ്റേജ് 2022. നിപുൺ ഭാരത് മാർഗനിർദ്ദേശങ്ങൾ. 4 വിദ്യാപ്രവേശ്. 5 യുനെസ്കോ സുസ്ഥിര വികസനം 2030. 6 നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മാർഗരേഖ 2014. 7 കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2023 SCERT. 8 സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ. 9 ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി 2024. നവചേതന ആധാർശില. അധ്യായം 6 ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും 16 മാർക്കിനാണ്. കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ, കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും, പ്രീ സ്കൂൾ പഠന പ്രവർത്തനങ്ങളിൽ ഉത്ഗ്രഥിത സമീപനത്തിൻ്റെ പ്രസക്തി, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം, പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം, വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത, പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളുടെ വൈവിധ്യം ആവശ്യകത, കളികൾ, കഥകൾ, പാട്ടുകൾ, അഭിനയം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, സ്വതന്ത്ര ഭാഷണം, നിർമ്മാണം, ശേഖരിക്കൽ, പ്രകൃതി നടത്തം, പാവകളി, നിറം കൊടുക്കൽ, ചിത്രം വര, നാടകാവിഷ്കരണം, ചമഞ്ഞുകളി പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും പ്രീ പ്രൈമറി പഠനവും, വിവര സാങ്കേതിക വിദ്യയും പ്രീ പ്രൈമറി പഠനവും, പ്രീ സ്കൂളിൽ പ്രവർത്തന ഇടങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും, പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഇണങ്ങിയ ബാല സാഹിത്യം പ്രസക്തി, പ്രാധാന്യം, ഉപയോഗം എങ്ങനെ, പ്രീ സ്കൂൾ ടീച്ചറുടെ പ്രവർത്തന ആസൂത്രണം, ടീച്ചിങ് മാനുവൽ, വിവിധ തരത്തിലുള്ള ആസൂത്രണങ്ങൾ, വാർഷികം, പ്രതിമാസം, പ്രതിദിനം. അധ്യായം 7 പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും വിലയിരുത്തലും 7 മാർക്കിനാണ്. വിലയിരുത്തൽ എന്ത്, എന്തിന്, എങ്ങനെ, കുട്ടികളുടെ പ്രകൃതത്തിന് ഇണങ്ങിയ വിലയിരുത്തൽ രീതികൾ, നിരന്തര വിലയിരുത്തലിൻ്റെ പ്രാധാന്യം, പ്രയോജനങ്ങൾ, വിലയിരുത്തൽ രേഖപ്പെടുത്തൽ, വിലയിരുത്തൽ ഫലങ്ങൾ രക്ഷിതാക്കളുമായി പങ്കുവയ്ക്കൽ, ടീച്ചറുടെ ദൈനംദിനാസൂത്രണവും വിലയിരുത്തലും. അധ്യായം 8 ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘാടനം 7 മാർക്കിനാണ്. അധ്യാപക യോഗ്യത, സേവനകാല പരിശീലനം, സേവന പൂർവ പരിശീലനം, പ്രീ സ്കൂൾ NCET മാർഗനിർദ്ദേശങ്ങൾ, ക്ലാസ് റൂം സുരക്ഷ, പ്രവർത്തന ഇടങ്ങൾ, പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ, സുരക്ഷയും സുരക്ഷിതത്വവും, നിർവഹണം, മാനേജ്മെൻറ്റ്. അധ്യായം 9 പോഷണവും പോഷകാഹാരവും 6 മാർക്കിനാണ്. പോഷണത്തിൻ്റെ ആവശ്യകത, പോഷക ഘടകങ്ങൾ, അഭാവം മൂലമാകുന്ന രോഗങ്ങൾ, സമീകൃതാഹാരം, പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമീകൃതാഹാരം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, കുട്ടികളിലെ പൊണ്ണത്തടി, പ്രമേഹം. അധ്യായം 10 പ്രീ സ്കൂളും സമൂഹവും 10 മാർക്കിനാണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂളും, പ്രീ സ്കൂൾ PTA, രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ, പ്രീ സ്കൂൾ ശക്തിപ്പെടുത്തുന്നതിൽ സമൂഹത്തിൻ്റെ പങ്ക്,
ക്ലസ്റ്റർ അധിഷ്ഠിത പ്രീ സ്കൂൾ, സന്നദ്ധ സംഘടനകളും പ്രീ സ്കൂളും, പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിൻ്റെ ആവശ്യകത. അടുത്ത ഞായറാഴ്ച മുതൽ പ്രീ പ്രൈമറി ടീച്ചർ തസ്തികയ്ക്ക് വേണ്ടി PSC മുമ്പ് നടത്തിയ പ്രീ പ്രൈമറി ടീച്ചർ, നഴ്സറി സ്കൂൾ ടീച്ചർ എന്നീ ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസറും മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സീരിയസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.